അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് 5th മൊഡ്യൂളിലെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നുള്ള പോർഷനാണ്. എന്താ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വെച്ചാൽ, സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ. So what do you mean by periodic motion? So the motion which repeats after an equal interval of time is known as a periodic motion. ഒരു ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ആ മോഷൻ പിന്നെയും റിപ്പീറ്റ് ചെയ്താൽ ദാറ്റ് ഇസ് നോൺ ആസ് എ പീരിയോഡിക് മോഷൻ എന്ന് പറയാം. സോ ഫോർ എ പീരിയോഡിക് മോഷൻ ടു ബി സിമ്പിൾ ഹാർമോണിക്, സോ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് 2 കണ്ടീഷൻസ്. സോ അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലാണ് ആ മോഷന് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. സോ ദ ആക്സിലറേഷൻ ഓഫ് ദ ബോഡി പെർഫോമിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഷുഡ് ബി പ്രപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ഓഫ് ദ ബോഡി ഫ്രം എ ഫിക്സഡ് പോയിന്റ്. സോ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താ, ഒരു ടു ആൻഡ് ഫ്രോ മോഷനാണ്. അപ്പം ഒരു സെൻട്രൽ പോയിന്റിൽ നിന്നും ആ ബോഡി മൂവ് ചെയ്യുമ്പോഴത്തേക്കും സോ ആക്സിലറേഷൻ ഷുഡ് ബി പ്രപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ഫ്രം ദ സെൻട്രൽ പോയിന്റ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ പറയാം, ആക്സിലറേഷൻ ഒരു സെൻറ്ററിൽ നിന്ന് അതൊരു ടു ആൻഡ് ഫ്രോ മോഷൻ നടക്കുമ്പോഴത്തേക്കും സെൻറ്ററിൽ നിന്ന് അത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് ആണോ മൂവ് ചെയ്യുന്നത് അത്രയും ആക്സിലറേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടായിരിക്കും പോകുന്നത്. തിരിച്ച് സെൻട്രൽ പോയിന്റിലോട്ട് വരുമ്പോഴത്തേക്കും ആക്സിലറേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ഡിസ്റ്റൻസ് വിൽ ബി പ്രപ്പോർഷണൽ ടു, സോ that is acceleration of the body performing the simple harmonic motion should be proportional to distance from a fixed point. The next point എന്താണ്, the acceleration of the body should be directed towards the fixed point. അപ്പം മൂവ് ചെയ്ത് കഴിഞ്ഞ് ഒരു പോയിന്റിൽ നിന്നും അത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അത് എങ്ങോട്ടായിരിക്കണം ഡയറക്റ്റ് ചെയ്യേണ്ടത്, എവിടെ നിന്നാണോ മൂവ് ചെയ്തത് ആ പോയിന്റിലോട്ട് അത് ഡയറക്റ്റ് ചെയ്തേക്കണം. അങ്ങനെ നമുക്കൊരു എക്സാമ്പിളായിട്ട് ഒരു സിമ്പിൾ പെൻഡസിൻ്റെ കേസ് വെച്ചിട്ട് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് അതിങ്ങോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഡിസ്റ്റൻസ് കൂടുന്തോറും ആക്സിലറേഷൻ കൂടുതലായിരിക്കണം. അത് കഴിഞ്ഞിട്ട് എന്താവണം, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ തിരിച്ച് അതിൻ്റെ സെൻട്രൽ പോയിന്റിലോട്ട് വേണം അത് ഡയറക്റ്റ് ചെയ്യാനായിട്ട്. സോ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്ന് നമുക്ക് പറയാം. സോ ആ സിമ്പിൾ ഹാർമോണിക് മോഷന് ഒരു പാർട്ടിക്കിള് ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ കൂടെ ട്രാവൽ ചെയ്യുന്നത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് നോക്കാം. സോ ഫോർ ദാറ്റ് കൺസിഡർ എ പാർട്ടിക്കിൾ എ, ഇറ്റ് ഇസ് വിച്ച് ഇസ് സ്റ്റാർട്ടിംഗ് ഫ്രം എ പോയിന്റ്. സോ ദിസ് പോയിന്റ് ഇസ് നോൺ ആസ് ദ എക്സ്ട്രീം പൊസിഷൻ ആൻഡ് ദിസ് സെൻറ്റർ പോയിന്റ് ഇസ് നോൺ ആസ് ദ mean position. So consider a particle A that is moving along the circumference of a circle. That circle is having a radius of r, angular velocity omega, and in the anti-clockwise direction. So let P be the position of that particle at a time t from the start point A. So ഒരു particular time t യിൽ എയിൽ നിന്നും ആ പാർട്ടിക്കിൾ പി എന്നുള്ള പൊസിഷനിൽ എത്തിക്കഴിഞ്ഞു. സോ ആ മേളിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ പിയുടെ പ്രൊജക്ഷൻ നമുക്ക് എവിടെ കാണാൻ പറ്റും. സോ ക്യാൻ ബി സീൻ അറ്റ് ദിസ് പോയിന്റ്. സോ എം is the projection of this particle on the horizontal diameter AB. So when the particle moves along the arc ACB, അപ്പം ഈ എ എന്നുള്ള പാർട്ടിക്കിൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ നിന്ന് തിരിച്ച് ബി പൊസിഷനിൽ എത്തുമ്പോഴത്തേക്കും എം എന്നുള്ള പോയിന്റ് എവിടെ വരെ മൂവ് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എം എന്ത് തന്നെയാണ്, ഇവിടെ തന്നെയാണ്. സോ ഈ പൊസിഷനിലെത്തുമ്പോൾ എം എന്ന് പറയുന്നത് ഇവിടെയാവും. അങ്ങനെ പി എന്നുള്ള പോയിന്റിൽ എത്തിയപ്പം എം ഇവിടെയായി, സി എന്നുള്ള പോയിന്റിൽ എത്തിയപ്പോഴത്തേക്കും എം മെയിൻ പൊസിഷൻ സെൻട്രൽ പൊസിഷനിലായി. അപ്പോൾ തിരിച്ച് അപ്പം എയിൽ നിന്നും ബിയിലോട്ട് ആ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും എം എന്നുള്ള പോയിന്റ് എവിടെ നിന്ന് എവിടെ ട്രാവൽ ചെയ്യും, ഇറ്റ് ട്രാവൽസ് ഫ്രം എ ടു ബി along the horizontal diameter. Likewise, similarly, if it is moving along the arc ബി ഡി എ, അപ്പം തിരിച്ച് അപ്പം സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വെച്ചാൽ എന്താണ്, തുടങ്ങിയത് എവിടെയാണ് അവിടെ തന്നെ വന്ന് കംപ്ലീറ്റ് ചെയ്യണം. സോ ഇഫ് ഇറ്റ് മൂവ്സ് അലോങ് ദ ഡയമീറ്റർ ബി ഡി എ, സോ മൂവ്സ് അലോങ് ദ ആർക്ക് ബി ഡി എ, അപ്പോൾ പാർട്ടിക്കിൾ തിരിച്ച് എവിടെ നിന്ന് എവിടെ വരെ വരും, ഇറ്റ് മൂവ്സ് ഫ്രം ബി ടു എ. അപ്പോൾ ഒരു കംപ്ലീറ്റ് സിമ്പിൾ ഹാർമോണിക് മോഷന് കംപ്ലീറ്റ് ചെയ്തു നമുക്ക് പറയാൻ പറ്റും. So that is the motion of M along the horizontal diameter AB is known as the simple harmonic motion. So ഇത് വെച്ചിട്ട് നമുക്ക്
രണ്ട് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. സോ വെൻ ദ പാർട്ടിക്കിൾ ഇസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ എക്സ്ട്രീം പൊസിഷൻ ആൻഡ് വെൻ ദ പാർട്ടിക്കിൾ ഇസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ മീൻ പൊസിഷൻ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനും അതുപോലെ വെലോസിറ്റിക്കും ആക്സിലറേഷനുമുള്ള ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക. അത് വെച്ചിട്ട് വേണം നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട്. സോ ഫ്രം ദ ഫിഗർ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എം ഫ്രം ദ മീൻ പൊസിഷൻ, ദറ്റ് ഈസ് ദ മീൻ പൊസിഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഈ ഫിഗർ വെച്ചിട്ട് നമുക്ക് പറയാം. സോ ദ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ പാർട്ടിക്കിൾ പിയിൽ നിന്ന് പിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ പ്രൊജക്ഷൻ എമ്മിൽ കാണാൻ പറ്റും. ഈ ഡിസ്റ്റൻസിനെയാണ് എക്സ് എന്ന് പറയുന്നത്. സോ ദ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഫ്രം ദ മീൻ പൊസിഷൻ. സോ ദിസ് ഇസ് ദ റേഡിയസ് ആൻഡ് ദിസ് ഇസ് ആംഗിൾ തീറ്റ. സോ വാട്ട് വിൽ ബി എക്സ്? എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? എക്സ് വിൽ ബി ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് തീറ്റ. So here what will be the value of theta? Angular velocity omega ആണെന്ന് അറിയാം. So theta will be equal to omega into t എന്നുള്ള വാല്യൂ ആയിരിക്കും. So theta is equal to നേരത്തെ സർക്കുലർ മോഷൻ പഠിച്ചപ്പോഴത്തേക്കും പഠിച്ചു അതിൻ്റെ ഇക്വേഷൻസ്. So theta will be equal to omega into t ആയിരിക്കും. So here that is when the particle is starting from the എക്സ്ട്രീം പൊസിഷൻ. അപ്പോൾ പാർട്ടിക്കിൾ എക്സ്ട്രീം പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴത്തേക്കും എം എന്നുള്ള പോയിന്റ് എത്തും. സോ പി എന്നുള്ള പോയിന്റ് എത്തും. അതിൻ്റെ പ്രൊജക്ഷൻ എം ആണ്. സോ എക്സ് എന്നുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ ഇൻറ്റു കോസ് തീറ്റ എന്ന് എടുക്കാം. സോ ദെൻ വെൻ ദ പാർട്ടിക്കിൾ സ്റ്റാർട്ടിങ് ഫ്രം ദ മീൻ പൊസിഷൻ. അപ്പോൾ പാർട്ടിക്കിൾ മീൻ പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ പാർട്ടിക്കിൾ മീൻ പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പാർട്ടിക്കിൾ എങ്ങനെയായിരിക്കും മൂവ് ആവുന്നത്? സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യും. സോ പാർട്ടിക്കിൾ പി ഇവിടെ എത്തി. അതിൻ്റെ പ്രൊജക്ഷൻ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുന്നത്? സോ ഇങ്ങോട്ടായിരിക്കും. മീൻ പൊസിഷനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സോ പ്രൊജക്ഷൻ ഇവിടെ ആയിരിക്കും വരുന്നത്. സോ ഹിയർ വാട്ട് വിൽ ബി ദ ഡിസ്റ്റൻസ്? സോ ഇപ്പം വെർട്ടിക്കൽ ഹൈറ്റ് എന്തായിരിക്കും? തീറ്റ ഇവിടെ നിന്നുള്ള മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ സോ വാട്ട് വിൽ ബി ദിസ് ഡിസ്റ്റൻസ്? ദിസ് ഡിസ്റ്റൻസ് വിൽ ബി ആർ ഇൻറ്റു സൈൻ തീറ്റ. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് നമ്മളിപ്പോൾ പഠിച്ചു. ദെൻ ദ പാർട്ടിക്കിൾ ഇസ് മൂവ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ എക്സ്ട്രീം പൊസിഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് വിൽ ബി ഈക്വൽ ടു r cos theta. When particle is starting from the mean position, the displacement x will be equal to r into sin theta. Okay. So equation ആണ് ഇത് ഇവിടെ എഴുതിയിട്ടുള്ളത്. When the particle is when the time is measured from the extreme position, x will be equal to r cos omega t. ആൻഡ് ഒമേഗ എന്ന് വെച്ചാൽ തീറ്റ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഒമേഗ ഇൻറ്റു ടി എന്നെടുക്കാം. ടി ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ ബോഡി. ദെൻ വെലോസിറ്റിയുടെ ഇക്വേഷൻ വി വിൽ ബി ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആൻഡ് ആക്സിലറേഷൻ വിൽ ബി ഈക്വൽ ടു മൈനസ് ഓഫ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്. അടുത്ത വെൻ ടൈം ഈസ് മെഷേർഡ് ഫ്രം മീൻ പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്താ എന്ന് പറഞ്ഞു? എക്സ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു സൈൻ ഒമേഗ ടി and v will be equal to omega into root of r square minus x square and acceleration minus of omega square into x. ഇനി മാക്സിമം വെലോസിറ്റി എന്ന് വെച്ചാൽ ഏത് പോയിന്റിലായിരിക്കും? ജസ്റ്റ് എക്സ് എന്നുള്ള ആംപ്ലിറ്റ്യൂഡ്, എക്സ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ്. എക്സ് 0 ആകുമ്പോഴത്തായിരിക്കും ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള ഡിസ്റ്റൻസ്, ദറ്റ് ഈസ് നോൺ ആസ് ദ ആംപ്ലിറ്റ്യൂഡ്. മാക്സിമം ആംപ്ലിറ്റ്യൂഡിനെയാണ് ആർ എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള എക്സ് ഡിസ്റ്റൻസ്. സോ എക്സ് 0 ആയിരിക്കുമ്പോഴത്തേക്കും സോ എക്സ് 0 എന്ന് വെച്ചാൽ അത് ഏത് പൊസിഷനിലായിരിക്കും? സെൻട്രൽ പൊസിഷൻ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് അറ്റ് ദ മീൻ പൊസിഷൻ. സോ മാക്സിമം വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു ആർ ഇൻറ്റു ഒമേഗ. ഇനി മാക്സിമം ആക്സിലറേഷൻ പറഞ്ഞു. ഡിസ്റ്റൻസ് കൂടുന്തോറും ആക്സിലറേഷൻ കൂടിക്കൊണ്ടിരിക്കും. സോ മാക്സിമം ആക്സിലറേഷൻ എന്ന് വെച്ചാൽ ഏത് ഡിസ്റ്റൻസിലായിരിക്കും? മാക്സിമം ആംപ്ലിറ്റ്യൂഡിനുള്ള ഡിസ്റ്റൻസിലായിരിക്കും. സോ maximum acceleration x will be equal to r, that is at the extreme position. So therefore acceleration will be equal to minus of omega square into r. അതുപോലെ എക്സ്ട്രീം പൊസിഷനിൽ വെലോസിറ്റി 0 ആയിരിക്കും, മെയിൻ പൊസിഷനിൽ ആക്സിലറേഷനും 0 ആയിരിക്കും. ഓക്കെ, അതിനകത്ത് വരുന്ന ടേംസ് ആണ് ആംപ്ലിറ്റ്യൂഡ്, ഓസിലേഷൻ, ടൈം പീരിയഡ് ആൻഡ് ഫ്രീക്വൻസി. ആ ഫിഗർ വെച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. സോ വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ്? Distance between extreme position and mean position of a particle executing simple harmonic motion. So സെൻറ്ററിൽ നിന്നും എക്സ്ട്രീം പൊസിഷൻ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ആംപ്ലിറ്റ്യൂഡ് ഇവിടെ എന്തിന് ഈക്വൽ ആയിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു റേഡിയസ് ഓഫ് ദ സർക്കിളിന് ഈക്വൽ ആയിരിക്കും. ഇനി ഓസിലേഷൻ. സോ എന്താ ഓസിലേഷൻ?
the motion of projection of particle along the diameter. അപ്പം എയിൽ നിന്നും ബി വരെ പോകുന്നതാണ് ഒരു ഓസിലേഷൻ. അതുപോലെ തിരിച്ച് ബി ടു എ ആകുമ്പോഴത്തേക്കുമാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുന്നത്. സോ പീരിയഡ് എന്താ? നമ്പർ ഓഫ് ടൈം ഫോർ വൺ ഓസിലേഷൻ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് നോൺ ആസ് ദ പീരിയഡ്. ഫ്രീക്വൻസി എന്താണ്? നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ഈസ് നോൺ ആസ് ദ ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ബൈ ടൈം പീരിയഡ് എന്ന് പറയാം. ഇത് വെച്ച് വരുന്ന പ്രോബ്ലംസ് നോക്കാം നമുക്ക്. A body vibrating with simple harmonic motion has an amplitude of 150 mm and a frequency of 3 cycles per second. So calculate the maximum velocity and maximum acceleration. So അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? R is equal to 150 mm എന്ന് തന്നിട്ടുണ്ട്. ഫ്രീക്വൻസിയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 cycles per second. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മാക്സിമം വെലോസിറ്റിയും അതുപോലെ തന്നെ മാക്സിമം ആക്സിലറേഷനും കണ്ടുപിടിക്കാം. എന്താ മാക്സിമം വെലോസിറ്റിയുടെ ഇക്വേഷൻ? ഒമേഗ ഇൻറ്റു ആർ. എന്താ ഒമേഗ? 2π ഇൻറ്റു എഫ്. 2π ഇൻറ്റു ഫ്രീക്വൻസി അറിയാം, 3 തന്നിട്ടുണ്ട്. സോ ഒമേഗയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, മാക്സിമം വെലോസിറ്റി. അതുപോലെ മാക്സിമം ആക്സിലറേഷൻ. സോ മാക്സിമം ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്താ? ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ. ഇതും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാക്സിമം ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, സിമ്പിൾ പ്രോബ്ലം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The piston of a steam engine moves in simple harmonic motion. The crank rotates at 200 rpm with a stroke of 2 meter. Find velocity and acceleration of the piston when it is at a distance of 0.8 meter from the center. ഒരു സ്ട്രോക്ക് പിസ്റ്റൺ, ഇതാണ് പിസ്റ്റൺ മൂവ് ചെയ്യുന്നു. സോ മാക്സിമം ആണ് ഈ എൻഡിൽ കാണിച്ചിരിക്കുന്നത്, മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് 0.8 എന്ന് തന്നിട്ടുള്ളത്. സോ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെയും ഇങ്ങനെ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. സോ നമ്പർ ഓഫ് ഓസിലേഷൻസ് അല്ലെങ്കിൽ സോ ക്രാങ്ക് റൊട്ടേറ്റ്സ് അറ്റ് 200 rpm. സോ എൻ എന്ന് പറഞ്ഞാൽ 200 എന്ന് തന്നിട്ടുണ്ട്. സോ അത് വെച്ച് നമുക്ക് എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം? ഒമേഗ കണ്ടുപിടിക്കാം. ഒമേഗ ഇസ് ഈക്വൽ ടു 2πn/60 വെച്ചിട്ട് ഒമേഗ കണ്ടുപിടിച്ചു. ഇനി സ്ട്രോക്ക് ലെങ്തിൻ്റെ ഇക്വേഷൻ ആണ് L is equal to 2r. അപ്പോൾ നമുക്ക് R ആണ് വേണ്ടത്. സോ L is equal to 2r എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. സോ സ്ട്രോക്ക് ലെങ്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2 മീറ്റർ എന്ന്. സോ 2r will be equal to 2, r is equal to 1 മീറ്റർ എന്ന് കിട്ടി. ഇനി വെലോസിറ്റി അറ്റ് distance of 0.8 meter from the center. So velocity V will be equal to omega into root of r square minus x square. ഒമേഗയുടെ വാല്യൂ അറിയാം. r എന്ന് പറയുന്നത് 1 ആണ്, x എന്ന് പറയുന്നത് 0.8. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെലോസിറ്റി കണ്ടുപിടിക്കാം. അതുപോലെ ആക്സിലറേഷൻ ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്, ഇത് വെച്ചിട്ട് ആക്സിലറേഷനും കണ്ടുപിടിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബോഡി മൂവിംഗ് വിത്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ has an amplitude of 1 meter and period of oscillation 2 seconds. Find velocity and acceleration of the body at t is equal to 0.4 seconds when time is measured from extreme position and mean position. നമ്മൾ നേരത്തെ പഠിച്ചു, when time is measured from extreme positionൻ്റെ ഇക്വേഷനും അതുപോലെ time is measured from mean positionൻ്റെ ഇക്വേഷനും പഠിച്ചു. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് അറിയാം, ടൈം പീരിയഡ് ഓഫ് ഓസിലേഷനും അറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ടൈം ഇസ് ഈക്വൽ ടു 0.4 seconds. അപ്പോൾ t 0.4 seconds ആകുമ്പോഴത്തേക്കുള്ള വെലോസിറ്റിയും ആക്സിലറേഷനുമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് മീൻ പൊസിഷൻ്റെത് എടുക്കാം. സോ മീൻ പൊസിഷൻ ആകുമ്പോഴത്തേക്കും എക്സിൻ്റെ വാല്യൂ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു r ഇൻറ്റു സൈൻ ഒമേഗ ടി. പിന്നെ നമുക്ക് ഒമേഗ ആൻഡ് ഒമേഗ ടി കണ്ടുപിടിക്കണം. സോ വാട്ട് ഈസ് ഒമേഗ? ഒമേഗ ഇസ് ഈക്വൽ ടു 2π ബൈ ടൈം പീരിയഡ്. അപ്പോൾ ഇവിടെ 2π ഡിവൈഡഡ് ബൈ എത്രയാ പീരിയഡ് ഓഫ് ടൈം അല്ലെങ്കിൽ പീരിയഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് 2 എന്ന് തന്നിട്ടുണ്ട്. സോ പൈ ഇൻ റേഡിയൻസ് പെർ സെക്കൻഡ്. ഇനി ഒമേഗ ടി, എന്താ ഒമേഗ ടി? ഒമേഗ ടി എന്ന് വെച്ചാൽ തീറ്റ എന്ന് പറഞ്ഞു. അപ്പോൾ തീറ്റയുടെ വാല്യൂ എപ്പോഴും ഡിഗ്രിയിലായിരിക്കണം. സോ ഒമേഗ ഇൻറ്റു ടി, ഇവിടെ ടിയുടെ വാല്യൂ എത്രയാ? ടി ഈസ് ഗിവൺ ആസ് 0.4 seconds എന്ന് തന്നിട്ടുണ്ട്. സോ അപ്പോൾ എന്ത് ചെയ്യാം? ഒമേഗ പൈ എന്ന് നമുക്ക് വാല്യൂ അറിയാം. സോ ഇൻറ്റു ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്ത് 180 ബൈ പൈ ഇൻറ്റു ടൈം ടി. സോ അപ്പം നമുക്ക് വാല്യൂ എന്തിൽ കിട്ടും? ഡിഗ്രിയിൽ കിട്ടും. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം? എക്സ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു സൈൻ
ഒമേഗ ടി. അപ്പം ഇതിവിടെ ഒമേഗ ടി കണ്ടുപിടിച്ചിട്ട് വേണം ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടത്തില്ല. ഓക്കെ, അപ്പം ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് ആംപ്ലിറ്റ്യൂഡ്. സോ ഇത് വെച്ചിട്ട് എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ബി എന്ന് പറഞ്ഞാൽ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ബിയുടെ വാല്യൂ. അതുപോലെ ആക്സലറേഷൻ ഓഫ് മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് വെച്ചിട്ട് ആക്സലറേഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇതുപോലെ തന്നെയാണ് എക്സ്ട്രീം പൊസിഷൻ ആകുമ്പോഴത്തേക്കും ഇക്വേഷനിൽ എക്സിൻ്റെ ഇക്വേഷനിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് ആർ ഇൻറ്റു കോസ് ഒമേഗ ടി ആവും. സോ ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ ഒമേഗ ടി കണ്ടുപിടിക്കാം. സെയിം തന്നെ കിട്ടും, 72 ഡിഗ്രിന്ന് കിട്ടും. അത് വെച്ചിട്ട് എക്സ് കണ്ടുപിടിക്കുക, വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് സ്ഥിരം ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. A particle moving with simple harmonic motion has an amplitude of 4.5 meter and period of oscillation 3.5 second. Find the time required by the particle to pass 2 points which are at a distance of 3.5 meter and 1.5 meter from the center and on the same side of mean position. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? A particle is moving in simple harmonic motion has an amplitude of 4.5 meter. അപ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഇവിടെ എത്രയാ? 4.5 meter എന്ന് തന്നിട്ടുണ്ട്. And also a time period Tp is equal to 3.5 seconds. So find the time required by the particle to pass the 2 points which are at a distance of 3.5 meter. So x1 will be equal to 3.5 meter and at a distance of 1.5 meter ഫ്രം ദ സെൻറ്റർ. അപ്പോൾ സെൻറ്ററിൽ നിന്നും ആദ്യത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3.5, രണ്ടാമത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.5 ആൻഡ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ മീൻ പൊസിഷൻ. അപ്പോൾ നമുക്ക് ആറിൻ്റെ വാല്യൂ അറിയാം, ടൈം പീരീഡ് അറിയാം. സോ വാട്ട് വിൽ ബി ഒമേഗ? ഒമേഗ വിൽ ബി ഈക്വൽ ടു 2π ബൈ ടൈം പീരീഡ്. നമുക്ക് ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിച്ചാലേ അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇത് വെച്ചിട്ട് ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പോൾ T1ഉം T2ഉം x1 x2 എന്നും എന്താണെന്ന് പറഞ്ഞു. T1 എന്ന് പറയുന്നത് ആദ്യത്തെ പാർട്ടിക്കിളിൻ്റെ ടൈം ഫ്രം ദ എക്സ്ട്രീം പോയിന്റ്, T2 എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ. അതുപോലെ x1 എന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ പോയിന്റ്, x2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ ഡിസ്റ്റൻസ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് രണ്ട് ഇക്വേഷൻസ് എഴുതാം. x ഇസ് ഈക്വൽ ടു ആർ കോസ് ഒമേഗ ടി. അപ്പം എക്സ്ട്രീം പാർട്ടിക്കിൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ എക്സ്ട്രീം പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് എടുക്കുന്നത്. സോ എക്സ്ട്രീം പൊസിഷനിൽ നിന്നാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇക്വേഷൻ എന്ന് പറയുന്നത്? ഇക്വേഷൻ വിൽ ബി ഈക്വൽ ടു എക്സ് ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് ഒമേഗ ടി. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട. സെയിം സൈഡ് ഓഫ് ദ മീൻ പൊസിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ തോന്നാം. എക്സ് ഇസ് ഈക്വൽ ടു ആർ സൈൻ ഒമേഗ ടി അല്ലേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെയല്ല. സെയിം സൈഡ് ഓഫ് മീൻ പൊസിഷൻ എന്ന് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ഈ സെൻറ്ററിൽ നിന്നും ഒരേ സൈഡിലാണ് T1 T2 എന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് പറഞ്ഞേക്കുന്നത്. സോ ആദ്യം തന്നേക്കുന്ന ഡിസ്റ്റൻസ് ഇവിടെ എത്രയാണ്? 3.5. അപ്പം മാക്സിമം 3.5 ഡിസ്റ്റൻസ് ആണ് ആദ്യത്തെ ഡിസ്റ്റൻസ്. സോ അപ്പോൾ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്താൽ മാത്രമേ ഇവിടെ ആദ്യം ഉള്ളത് മാക്സിമം ഡിസ്റ്റൻസ് കിട്ടത്തുള്ളൂ. സോ എക്സ് വിൽ ബി ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് ഒമേഗ ടി. അതുപോലെ രണ്ട് ഇക്വേഷൻസ് ആയിട്ട് എഴുതുക. x1 ഈക്വൽ ടു ആർ കോസ് ഒമേഗ T1 ആൻഡ് x2 ഇസ് ഈക്വൽ ടു ആർ കോസ് ഒമേഗ ഇൻറ്റു T2. x1ൻ്റെ വാല്യൂ അറിയാം, ആറിൻ്റെ വാല്യൂ അറിയാം, അതുപോലെ തന്നെ ഒമേഗയുടെ വാല്യൂ അറിയാം. അപ്പം T1ഉം T2ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂസ്. സോ സോറി, ഇവിടെ നമുക്കൊരു ഇൻറ്റു ഒരു T2ഉം കൂടെ വരും. ഓക്കെ, സോ അപ്പോൾ ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും x1 എന്ന് പറഞ്ഞാൽ 3.5 ഇസ് ഈക്വൽ ടു ആർ എന്താ 4.5 കോസ് ഒമേഗ എന്താ 1.8 ഇൻറ്റു T1 ഇൻറ്റു ഇത് എന്തിനാണ് 180/π ചെയ്തത്? അതിന് ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ. അതുപോലെ ഇവിടെയും x2 വിൽ ബി ഈക്വൽ ടു 1.5. സോ ആർ 4.5 ആണ്. കോസ് ഇൻറ്റു 1.8 T2 ഇൻറ്റു 180/π. ഇതിനകത്ത് നിന്ന് T1ൻ്റെ വാല്യൂവും T2ൻ്റെ വാല്യൂവും കണ്ടുപിടിക്കുക. സോ ടൈം റിക്വയർഡ് ടു പാസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? T വിൽ ബി ഈക്വൽ ടു T2 മൈനസ് T1 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A body performing simple harmonic motion has a velocity 12 meter per second and the displacement is 50 mm and 3 meter per second when the displacement is 100 mm. Displacement is measured from the mean position
calculate the frequency and amplitude of motion and what is the acceleration when the displacement is 75 mm. അപ്പോൾ രണ്ട് വെലോസിറ്റീസും രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റും തന്നിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആയിട്ട് തന്നെ എഴുതാം. v1 12 ആകുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ x1 50 mm, v2 3 മീറ്റർ പെർ സെക്കൻഡ് ആകുമ്പോഴത്തേക്കും x2 എന്ന് പറഞ്ഞാൽ 100 mm. അങ്ങനെ രണ്ടിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ രണ്ട് ഇക്വേഷൻ, വെലോസിറ്റിയുടെ ഇക്വേഷൻ അറിയാം. v is equal to omega into r square minus x square. വിക്ക് 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സിന് 50 അല്ലെങ്കിൽ 0.05 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ വിക്ക് 3യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സിന് 0.1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് രണ്ട് ഇക്വേഷൻ്റെ ഫോമിൽ എഴുതുക. നമുക്ക് ആറിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അപ്പം ഈ ഇക്വേഷൻ 1/2 ചെയ്യുക. അപ്പം ഒമേഗ ക്യാൻസലായി പോവും. സ്ക്വയർ ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്ത് എഴുതുക ഇക്വേഷൻസിനെ. അതിനകത്ത് നമുക്ക് അൺനോൺ വാല്യൂ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.1024 മീറ്റർ എന്ന് കിട്ടും. ഇനി ഫ്രീക്വൻസി എന്താ? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ 2π. ഒമേഗയുടെ വാല്യൂ പറയുന്നത് എവിടെ നിന്ന് കിട്ടും? v ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിനകത്ത് നിന്ന് ആറ് ഇവിടെ കണ്ടുപിടിച്ചു. എക്സ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.1 എന്നുള്ള വാല്യൂ. ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. 0.01 എന്നുള്ള വാല്യൂ, 0.1 അല്ല 0.01 ആണ്. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒമേഗയുടെ വാല്യൂ കിട്ടും. ഒമേഗയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. സോ ഫ്രീക്വൻസി ഒമേഗ ബൈ 2π ഫ്രീക്വൻസി. ഇനി ആക്സിലറേഷൻ എപ്പോഴത്തെയാണ് ചോദിച്ചേക്കുന്നത്? 75 mm ആക്സിലറേഷൻ ചോദിച്ചേക്കുന്നത്. സോ ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്. അപ്പം എപ്പോഴും മില്ലിമീറ്ററിലല്ല മീറ്ററിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സോ 0.075 അത് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷന് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയല്ലോ മിസ്റ്റേക്കാണ്, 0.01 ആണ്. നമുക്ക് എന്ത് ചെയ്യുക? എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും വെലോസിറ്റി എടുത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഇതുപോലെ ഒമേഗ ഫ്രീക്വൻസിയുടെ വാല്യൂവിൽ കൊടുത്തു കഴിഞ്ഞ് ഫ്രീക്വൻസി ഈക്വൽ ടു ഒമേഗ ബൈ 2π ഒമേഗ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസി കിട്ടും. അതുപോലെ ആക്സിലറേഷൻ ചോദിച്ചേക്കുന്നത് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 75 mm ആണ്. സോ ആക്സിലറേഷൻ ഈക്വൽ ടു മൈനസ് ഓഫ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്. ഓക്കെ, ടെക്സ്റ്റിനകത്ത് ഉള്ള അഡീഷണൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതുകൂടെ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.